2026 മെയ്യിൽ ഇന്ത്യയിലെ തൊഴിലില്ലാത്ത യുവാക്കളെ പാറ്റകളോട് ഉപമിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു പരാമർശം നടത്തി. കൃത്യം 10 ആഴ്ച പിന്നിട്ടപ്പോഴേക്ക് കാര്യങ്ങളാകെ മാറിമറിഞ്ഞു. ഒരു കേന്ദ്രമന്ത്രിക്ക് രാജിവെച്ചൊഴിയേണ്ടി വന്നു. 10,000-കണക്കിന് പ്രതിഷേധക്കാർ പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്തു. ഒരു അപമാനത്തിന്റെ പേരിൽ രൂപീകരിച്ച ഒരു ആക്ഷേപഹാസ്യ പാർട്ടി രാജ്യത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന കാഴ്ച. വളരെ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി വൻമതിലുകൾ തകർക്കുന്ന ഈ ഒരു മാറ്റമാണ് ഇന്ത്യൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ ചരിത്രം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തെ തെരുവുകളിലേക്കും ക്യാമ്പസുകളിലേക്കും തിരുത്തി എഴുതിയത് യുവത്വത്തിന്റെ ചോരയും ശബ്ദവുമാണ്. ഭരണകൂടങ്ങൾ എത്ര ശക്തമായിരുന്നാലും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ആദ്യം വിരൽ ചൂണ്ടുന്നത് രാജ്യത്തെ വിദ്യാർത്ഥികളാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക ഭൂപടത്തെ രൂപപ്പെടുത്തുന്നതിൽ ക്യാമ്പസുകൾ വഹിച്ച പങ്ക് ചെറുതല്ല. വിശദമായി അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇവിടെ നടന്നിട്ടുള്ള എല്ലാ പ്രധാന വിദ്യാർത്ഥി സമരങ്ങളുടെയും രീതി ഒരുപോലെ തന്നെയാണ്. ചെറിയ പ്രാദേശിക പ്രശ്നങ്ങളെ വലിയ സമരങ്ങളാക്കി മാറ്റാൻ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വീണ്ടും കഴിഞ്ഞിട്ടുണ്ട്. യുവാക്കൾക്കിടയിലുള്ള നിരാശ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വിവേചനം, അഴിമതി, തങ്ങളെ ആരും കേൾക്കുന്നില്ല എന്ന തോന്നൽ എന്നിവ നിറഞ്ഞ അന്തരീക്ഷത്തിലേക്കാണ് ഈ തീപ്പൊരികൾ വീണത് എന്നത് തന്നെയാണ് കാരണം. ഇന്ന് സോഷ്യൽ മീഡിയയും ഗ്രൂപ്പ് ചാറ്റുകളും കാരണം ഇത്തരം പ്രതിഷേധങ്ങൾ വെറും മണിക്കൂറുകൾക്കുള്ളിൽ രാജ്യവ്യാപകമായ ചർച്ചയായി മാറുന്നുണ്ട്. കൂടാതെ ഇന്ത്യയിലെ വിദ്യാർത്ഥി സമരങ്ങളെ സമൂഹ മനസാക്ഷിയുടെ പ്രതിഫലനമായാണ് പലരും കണക്കാക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ സ്വാധീനിച്ച കുറഞ്ഞത് 13 പ്രധാന വിദ്യാർത്ഥി സമരങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ട്. 1959 പശ്ചിമ ബംഗാൾ ഭക്ഷ്യപ്രക്ഷോഭം മുതൽ കോക്രോച്ച് മൂവ്മെന്റ് വരെ അവയിൽ ഏറ്റവും ശ്രദ്ധേയമായ 5 സംഭവങ്ങളാണ് നോക്കുന്നത്. 1974 ഗുജറാത്തിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ മെസ് ഫീസ് 20% കൂട്ടിയതിനെതിരെ ഒരു സമരം നടന്നു. അക്കാലത്തെ വിലക്കയറ്റവും അഴിമതിയും കാരണം ജനങ്ങൾക്കുണ്ടായ ദേഷ്യം ഈ സമരത്തെ നവനിർമാൺ ആന്തോളൻ എന്ന വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റി. ഒടുവിൽ മുഖ്യമന്ത്രി ചിമൻഭായ് പട്ടേലിന് രാജിവെക്കേണ്ടി വരികയും നിയമസഭ പിരിച്ചുവിടുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ജനകീയ സമരം കാരണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന സർക്കാർ ഒഴിഞ്ഞു പോകേണ്ടി വന്ന ഒരേ ഒരു സംഭവം ഇതാണ്. 1979 മുതൽ 1985 വരെ അസമിൽ വിദേശത്തു നിന്നുള്ള അനധികൃത കുടിയേറ്റത്തിനെതിരെ ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ നടത്തിയ വിദ്യാർത്ഥി സമരം 6 വർഷത്തോളം നീണ്ടുനിന്നു. ഇതിനിടയിൽ വലിയ അക്രമ സംഭവങ്ങളും 1983 ക്രൂരമായ നെല്ലി കൂട്ടക്കൊലയും നടന്നു. ഒടുവിൽ 1985 ഒപ്പുവെച്ച അസം ഉടമ്പടിയിലൂടെയാണ് ഈ സമരം അവസാനിച്ചത്. പിന്നീട് ഈ സമരത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി നേതാക്കൾ ചേർന്ന അസം ഗണ പരിഷത്ത് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും അവിടെ അധികാരത്തിലെത്തുകയും ചെയ്തിരുന്നു. 1990 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ ഉത്തരേന്ത്യയിലാകെ വലിയ വിദ്യാർത്ഥി സമരങ്ങൾ നടന്നു. ഇതിനിടയിൽ ഡൽഹി സർവകലാശാലയിലെ രാജീവ് ഗോസ്വാമി എന്ന വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് രാജ്യത്തെയാകെ നടുക്കി. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിലും സർക്കാർ സംവരണ നിയമം നടപ്പിലാക്കുക തന്നെ ചെയ്തു. എങ്കിലും ഈ സമരം ഇന്ത്യയിലെ ജാതി രാഷ്ട്രീയത്തെ ഒരുപാട് കാലത്തേക്ക് മാറ്റിമറിച്ചു. 2019-20 കാലത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ജാമിയ മിലിയ സർവകലാശാലയിൽ തുടങ്ങിയ സമരം രാജ്യമാകെ പടർന്നു. നിയമം നടപ്പിലായെങ്കിലും രാജ്യത്തെ രാഷ്ട്രീയ ചർച്ചകളെ മാറ്റാൻ ഈ സമരത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ 2006 OBC സംവരണ പ്രതിഷേധം, 2012 നിർഭയ സമരം, 2015 FTII സമരം, 2016 രോഹിത് വെമുല സംഭവവും JNU രാജ്യദ്രോഹ കേസും ഇന്ത്യൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയവയാണ്. 2026 കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധവും ഇത്തരത്തിലൊന്നായിരുന്നു. ജൂലൈ 20-ന് 20,000-ഓളം പേർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി. പോലീസുമായുള്ള സംഘർഷത്തിൽ 100 കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും സമരം മറ്റ് നഗരങ്ങളിലേക്ക് പടരുകയും ചെയ്തു. ഒടുവിൽ വലിയ പ്രതിഷേധത്തെ തുടർന്ന് ജൂലൈ 25-ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. വളരെ കുറഞ്ഞ ആഴ്ചകൾക്കുള്ളിൽ തങ്ങളുടെ പ്രധാന ആവശ്യം നേടിയെടുത്ത അപൂർവമായൊരു വിദ്യാർത്ഥി സമരമായി ഇത് മാറി. ഈ എല്ലാ പ്രക്ഷോഭങ്ങളിലും 4 പൊതുവായ മാതൃകകൾ കാണാം. ഒന്നാമതായി, വളരെ ചെറിയൊരു സംഭവമായാണ് തുടക്കമെങ്കിലും അത് സമൂഹത്തിൽ നിലനിൽക്കുന്ന വലിയ അസംതൃപ്തിയെ ഉണർത്തുമ്പോഴാണ് അതൊരു വലിയ പ്രക്ഷോഭമായി മാറുന്നത്. രണ്ടാമതായി, ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ് പലപ്പോഴും സമരങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നത്. പ്രതിഷേധക്കാർക്ക് നേരെയുള്ള പോലീസ് നടപടികൾ ക്യാമറകളിൽ പതിയുമ്പോൾ വെറുമൊരു പ്രാദേശിക സമരം പെട്ടെന്ന് തന്നെ ദേശീയ വാർത്തയായി മാറുന്നു. എല്ലാ സമരങ്ങളും വിചാരിച്ച ആവശ്യങ്ങൾ നേടിയെടുത്തിട്ടില്ല. ചില സമരങ്ങൾ സർക്കാരുകളെ താഴെ ഇറക്കി, ചിലത് നിയമങ്ങൾ മാറ്റി എഴുതിച്ചു, മറ്റു ചിലതാവട്ടെ മന്ത്രിമാരെ കൊണ്ട് രാജിവെപ്പിച്ചു.
എന്നാൽ പല പ്രക്ഷോഭങ്ങൾക്കും സർക്കാരിന്റെ നയങ്ങളിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നിരുന്നാലും അവ ഇന്ത്യയിലെ പൊതുചർച്ചകളെയും രാഷ്ട്രീയത്തെയും വർഷങ്ങളോളം സ്വാധീനിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്.